നടൻ വിനായകന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത്. തനിയെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്തവർ പൊതുവേദിയിൽ വന്ന് ലഹരിയെക്കുറിച്ച് സംസാരിക്കുന്നത് കോമഡിയും ദുരന്തവുമാണെന്നാണ് വിനായകൻ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത്. വിനായകൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലെങ്കിലും വിമർശനത്തിന്റെ മുന നീളുന്നത് നടൻ സലീംകുമാറിനെതിരാണെന്നാണ് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ചേലമ്പ്ര സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ അതിഥിയായി പങ്കെടുക്കാൻ എത്തിയ നടൻ സലീംകുമാർ നടക്കുന്നതിനിടെ വീഴാൻ പോവുകയും തുടർന്ന് 3 പേരുടെ സഹായത്തോടെ നടക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ചാണ് വിനായകൻ പരോക്ഷമായി സൂചിപ്പിക്കുന്നത് എന്നാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന അഭിപ്രായം. കള്ളടിച്ച് മൂത്തു പഴുത്ത് സകലതും അടിച്ചുപോയ എഴുന്നേറ്റ് നിൽക്കാൻ പോലും 4 ആളുടെ സഹായം വേണ്ടിവരുന്നവന്മാർ പൊതുവേദിയിൽ വന്നിരുന്ന് ഡ്രഗിനെ പറ്റി പറയുന്നത് കോമഡിയുമാണ് ദുരന്തവും എന്ന് വിനായകൻ തന്റെ പോസ്റ്റിൽ പറയുന്നു. മയക്കുന്നതെല്ലാം മയക്കുമരുന്നാണ്. സ്വന്തമായി പൊങ്ങാനാവാതെ മറ്റുള്ളവരുടെ തോളിൽ തൂങ്ങി പൊതുവേദിയിൽ വന്നിരുന്ന് ടെക്നോളജിയെക്കുറിച്ചൊന്നും അറിയാത്ത നീയാണോ യുവതി യുവാക്കളെ ഉപദേശിക്കുന്നത്? ചത്ത ഈ ശവങ്ങളെ പൊതുവേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തല്ലേ. ചാകാറായാൽ വീട്ടിൽ പോയിരുന്ന് ചത്തോളണം. സിനിമ നിന്നെയൊക്കെ മയക്കുന്നത് കൊണ്ടല്ലേടാ മക്കളെയും അതിലേക്ക് തള്ളി കയറ്റിവിട്ട് കാശുണ്ടാക്കാൻ നോക്കുന്നത്? നീയൊക്കെയല്ലേടാ യഥാർത്ഥ ഡ്രഗ് അഡിക്റ്റ് എന്നുമാണ് വിനായകൻ ചോദ്യം ഉന്നയിക്കുന്നത്. കടുത്ത വിമർശനമാണ് വിനായകന്റെ ഈ പോസ്റ്റിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നത്. നടൻ വിനായകന്റെ വിവാദ പോസ്റ്റിൽ പ്രതികരിച്ച് സലീംകുമാറിന്റെ മകനും നടനുമായ ചന്തു സലീംകുമാർ. അനുഭവിക്കുന്നവർക്ക് അതിന്റെ ദൂഷ്യഫലങ്ങൾ അറിയാനും പറഞ്ഞു മനസ്സിലാക്കാനും പറ്റുകയുള്ളൂവെന്നും ഡ്രഗ്സിനെതിരെ പറയുന്നത് ക്രൈം ആണെന്ന് ഇതുവരെ അറിവില്ലെന്നും ഒരു സിനിമാ ഗ്രൂപ്പിൽ ഇത് സംബന്ധിച്ച് വന്ന ചർച്ചയിൽ ചന്തു അഭിപ്രായപ്പെട്ടു. വിനായകന്റെ പോസ്റ്റ് സിനിമ പാരഡൈസോ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ കമന്റ് സെക്ഷനിലാണ് ചന്തു തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. വിനായകൻ എന്നെ ആദ്യം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സീനിയർ നടന്മാരെന്ന് പറയണന്മാരൊക്കെ എന്നെ മാറ്റി നിർത്തുമായിരുന്നടാ. നിന്റെ അച്ഛനില്ലേ, അയാൾ മാത്രമേ എന്നെ കൂടെ നിർത്തിയിട്ടുള്ളൂ. അതാണടാ അയാളുടെ ക്വാളിറ്റി എന്നാണ്. ഇതേ ആൾ തന്നെയാണ് ഇതും പറയുന്നത്. ഡ്രഗ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരാളെ എത്രത്തോളം അത് ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അയാൾക്ക് ആര് എന്തെന്ന് പോലും മനസ്സിലാകുന്നില്ല. അയാൾ ഇതുവരെ പോയിട്ടുള്ള പരിപാടികളിൽ എല്ലാം ഒന്നില്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസുകൾ അല്ലെങ്കിൽ സാമൂഹിക സമ്മേളനങ്ങൾ. അവിടെയെല്ലാം അയാളെ കേൾക്കാൻ വരുന്നവരോടാണ് അയാൾ സംസാരിക്കുന്നത്. അവിടെയെല്ലാം പോയിരുന്ന് എന്നെപ്പോലെ എല്ലാവരും കുടിച്ച് ലിവർ സിറോസിസ് വരുത്തിവെക്കൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അനുഭവിക്കുന്നവർക്കല്ലേ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അറിയാനും അത് പറഞ്ഞു മനസ്സിലാക്കാനും പറ്റുകയുള്ളൂ. ഡ്രഗ്സിനെതിരെ പറയുന്നത് ക്രൈം ആണെന്ന് ഇതുവരെ അറിവില്ല. ഇവിടെ ഓരോ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു ജീവിതം പിടിച്ചെടുക്കുവാൻ നോക്കുന്നു. വീട്ടിൽ അമ്മയെയും പെങ്ങളെയും ഒക്കെ ആരെങ്കിലും കമൻ്റ് അടിച്ചാൽ കുഴപ്പമില്ല. ഭാഷ ഇച്ചിരി മോശം ആണെന്നല്ലേ ഉള്ളൂ, പ്രശ്നമാക്കണ്ട എന്ന് പറയുമായിരിക്കും അല്ലേ ചന്തുവിൻ്റെ വാക്കുകൾ. കഴിഞ്ഞ ദിവസമാണ് സലീംകുമാറിന്റെ പേര് പരാമർശിക്കാതെ വിനായകൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചത്. മദ്യം മൂലം ആരോഗ്യം നശിച്ചവർ പോലും പൊതുവേദിയിൽ വന്ന് യുവതി യുവാക്കളെ ഉപദേശിക്കുകയാണെന്നും ചത്ത ശവങ്ങളെ പൊതുവേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തല്ലേ എന്നും ചാകാറായാൽ വീട്ടിൽ പോയി ചത്തോളണം എന്നുമാണ് വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ചർച്ചയായതോടെ ഈ കുറിപ്പ് പിൻവലിക്കുകയും ചെയ്തു.